ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുന്നതിന് മുമ്പ് അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ആക്റ്റീവിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അതായത് എക്സ്പെഷ്യലി പ്രൊനൗൺസിന് മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാലോ, നമുക്ക് എത്ര പ്രൊനൗൺസ് ഉണ്ട്? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്ന 8 പ്രൊനൗൺ നമുക്കുണ്ട്. അതിൽ മാറ്റം വരുന്ന പ്രൊനൗണുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം അതേതൊക്കെയാണെന്നുള്ളത്. ഐ ആക്റ്റീവ് വോയിസിലാണെങ്കിൽ പാസീവ് വോയിസ് ആകുമ്പോൾ അതെന്താവും? മീ ആയിട്ട് മാറും. വി അസാവും, ഹി ഹിമ്മാവും, ഷീ ഹെറാവും, ദേ ദം ആവും. ഇതിപ്പോൾ ഇങ്ങനെ കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. അപ്പം നോക്കിയൊരു എക്സാമ്പിൾ നോക്കിയേ. രാമ കിൽഡ് രാവണ. രാമൻ ആരെ കൊന്നു? രാവണനെ കൊന്നു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. അതായത് രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു എന്ന് ആക്കിയെടുക്കണം. എങ്ങനെ ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാമനാണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് രാവണൻ ആണ്, കിൽഡ് ആണ് അവിടുത്തെ വെർബ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. എഴുതാം. ഒബ്ജക്റ്റ് ആരായിരുന്നു? രാവണ. ദെൻ രാമയായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അതെന്തായി? ഒബ്ജക്റ്റ് ആയി. ഓക്കെ ആയല്ലോ. എപ്പോഴാണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം എന്നറിയോ? ഒരു ബൈ എന്നുള്ള ഒരു ഏജന്റും കൂടി ചേർക്കുക. ഓക്കെ, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കി, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി. ദെൻ തന്നിരിക്കുന്ന വെർബ് ഏതാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് കിൽഡ് ആണ്. കിൽഡ് എന്ന് പറയുന്നത് പാസ്റ്റിൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും എങ്ങനെ തന്നെ വേണം? പാസ്റ്റിൽ തന്നെ വേണം. അതായത് കിൽഡിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കിൽഡ് തന്നെയാണ്. കിൽഡ്, അതായത് ഈ കണക്ക് എടുത്തെഴുതി. ദെൻ രാവണ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ്, ഇല്ലേ? രാവണൻ ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ സിംഗുലർ ആയിട്ടുള്ളതിൻ്റെ കൂടെ നമ്മളൊരു ഓക്സിലറി വെർബും കൂടി ഇടയ്ക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. ആ ഓക്സിലറി വെർബ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചേർക്കാം? ഈസോ അല്ലെങ്കിൽ വാസോ ചേർക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നിരിക്കുന്നത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് നോക്കുക. പാസ്റ്റ് ആണെങ്കിൽ വാസും, സിംഗുലർ ആണെങ്കിൽ ആണേ, പ്രസന്റ് ആണെങ്കിൽ ഈസും ചേർക്കാം. അപ്പം ഇവിടെ നമുക്ക് എന്താ ചേർക്കണ്ടേ? വാസ്. രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് ആവും. അപ്പം ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആക്കുക, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കുക, തന്നിരിക്കുന്ന വെർബിനനുസരിച്ച് എന്ത് ചെയ്യുക? ബാക്കി കാര്യങ്ങൾ ചേർത്ത് വെക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബാക്കി മനസ്സിലാവും. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റീന റൈറ്റ്സ് എ ലെറ്റർ. റീന എന്തെഴുതുന്നു? ഒരു ലെറ്റർ എഴുതുന്നു. നമുക്ക് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, പ്രവൃത്തി ചെയ്യുന്ന ആള് റീനയാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ലെറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അവിടെ നടക്കുന്ന പ്രവൃത്തി, വെർബ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ്സ് ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക, ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക. എ ലെറ്റർ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ്, റീന എന്നുള്ളതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ എന്ത് ചെയ്ത് അതിനെ മാറ്റിയും തിരിച്ചും എഴുതി. ദെൻ തന്നിരിക്കുന്ന വെർബ് ഏത് ടെൻസിൽ കിടക്കുക? പ്രസന്റ് ടെൻസിൽ കിടക്കുക. റൈറ്റ്സ് എന്നാണ് കിടക്കുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഇങ്ങനെയാണ് അതിന്റെ വെർബ് ഫോം പോകുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പൊ ഈ തന്നിരിക്കുന്നത് എന്താണ്? റൈറ്റിൽ കിടക്കയില്ലേ? അപ്പൊ അത് പ്രസന്റ് ടെൻസിൽ കിടക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പ്രസന്റ് ടെൻസിൽ കിടക്കുക. എ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആയിട്ടുള്ള സാധനം ഇല്ലയോ? ഒരൊറ്റ സാധനം ഇല്ലയോ? സിംഗുലർ അല്ലേ? എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള സാധനമാണ്. അതിന്റെ കൂടെ നമുക്ക് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ, റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ഇല്ലേ, എന്ത് ചേർക്കാം? ഈസ് ചേർക്കാം. എന്ത് ചേർക്കാം? ഈസ് ചേർക്കാം. സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസ് ചേർക്കാം. സബ്ജക്റ്റ് എ ലെറ്റർ ആണ്. ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? ഈസ് ചേർക്കാം. എ ലെറ്റർ ഈസ്. ദെൻ റൈറ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ വെർബ്.
ഈ വെർബിനെ എന്ത് ചെയ്യുക, അതിൻ്റെ V3 ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. റൈറ്റിൻ്റെ V3 ഫോം എന്ന് പറയുന്നത് റൈറ്റ്, റോട്ട്, റിട്ടൺ. ഏതായി? റിട്ടൺ. റിട്ടൺ. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴാണെങ്കിലും ഒബ്ജക്റ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ബൈ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബൈ എന്ന് പറയുന്ന ഒരു ഏജൻറ്റും കൂടി ആഡ് ചെയ്യാം. ദെൻ റീന റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് എന്തായി? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ റീന എന്നായി. മനസ്സിലായോ? അടുത്താണ് പ്രസന്റ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പിൾ പ്രസന്റിലുള്ളതായിരുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസിലുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. റീന റൈറ്റിംഗ് എ ലെറ്റർ. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? ഈസ് കിടപ്പുണ്ട്. ഈസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ്, ആം, ആർ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രസന്റ് ആയാലോ. കണ്ടിന്യൂസിന്റെ കൂടെ എന്തുണ്ടായിരിക്കും? വെർബിനകത്ത് ഒരു ING ഫോം ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമെന്ന്. വീണ്ടും നമ്മൾ സബ്ജക്റ്റ് ഇതാണ്, വെർബ് ഇതാണ്, ഒബ്ജക്റ്റ് എ ലെറ്റർ ആണ്. ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക. ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുക, സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആക്കുക. ഒബ്ജക്റ്റ് എ ലെറ്റർ, സബ്ജക്റ്റ് റീന. എന്ത് ആഡ് ചെയ്യാം? ഒരു ബൈ ആഡ് ചെയ്ത് വെച്ചേക്കാം. ദെൻ ഈസ് റൈറ്റിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ് അത് അതേ കണക്കിനെടുത്ത് എഴുതുക. ഈസ് അതേ കണക്ക് എഴുതാൻ കാരണം എ ലെറ്റർ എന്നാണ് തന്നേക്കുന്നത്. ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചേർത്തേനെ? ആറെന്ന് ചേർത്തേനെ. ലെറ്റർ ആയതുകൊണ്ടാണ് എന്ത് ചേർക്കുന്നത്? ഈസ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഈസ് അതേ കണക്ക് എടുത്ത് എഴുതി. റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ING ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ആഡ് ചെയ്യുക? ഇടയ്ക്കൊരു ബീങ് കൂടി ആഡ് ചെയ്യുക. ബീങ് റിട്ടൺ. റൈറ്റിന്റെ V3 ഫോം റിട്ടൺ. മനസ്സിലായോ? അപ്പം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആക്കുക, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കുക. ദെൻ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. സിംഗുലർ ആണെങ്കിൽ പ്രസന്റ് ടെൻസിൽ ഈസ് ചേർക്കുക, പാസ്റ്റ് ആണെങ്കിൽ വാസ് ചേർക്കുക. പ്ലൂറൽ ആണെങ്കിൽ ലെറ്റേഴ്സ് എന്നാണെങ്കിൽ ആറ് ചേർക്കുക, പാസ്റ്റ് ആണെങ്കിൽ വേറെ ചേർക്കുക. ദെൻ ING ഫോം ഇതിൻ്റെ കൂടെ കിടക്കുന്നത് കൊണ്ട് എന്ത് ആഡ് ചെയ്യുക? ഒരു ബീങ് ആഡ് ചെയ്യുക. റൈറ്റിൻ്റെ V3 ഫോം റിട്ടൺ. ഇത്രയേ ഉള്ളൂ പാസീവ് വോയിസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ. മൂന്നാമത്തെ പ്രോബ്ലം. റീന റോട്ട് എ ലെറ്റർ. റീന റോട്ട് എ ലെറ്റർ. ഇതെന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് കാരണം റോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ റോട്ട് എന്ന് തന്നിരിക്കുന്നുണ്ട്. ഇത് എന്താണ്? പാസ്റ്റിൽ കിടക്കുകയാണ്. നമുക്ക് ചെയ്യാം. റീനയാണ് സബ്ജക്റ്റ്, വെർബ്, എ ലെറ്റർ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. എ ലെറ്റർ, എ ലെറ്റർ. റീന, റീന. എന്ത് ആഡ് ചെയ്തു? ബൈയും കൂടി ആഡ് ചെയ്തു. റോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. റോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പം നമുക്ക് വെർബ് ഇവിടെ എന്ത് മതി? സപ്പോർട്ടിങ് വെർബായിട്ട് വരുന്ന എന്ത് മതി? പാസ്റ്റിൽ തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലെറ്ററിന്റെ കാര്യമായിട്ട് നമുക്ക് എന്ത് മതി? വാസ് ചേർക്കാം. ഒരു ലെറ്റർ ആയതുകൊണ്ട് വാസ്. ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ പാസ്റ്റിൽ എന്ത് ചേർത്തേനെ? വേർ എന്ന് ചേർത്തേനെ. വേർ, സോറി, വാസ്. റൈറ്റ്, സോറി, റോട്ടിന്റെ V3 ഫോം എന്താണ്? റിട്ടൺ. റിട്ടൺ. വാസ് റിട്ടൺ ബൈ റീന. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റീന. ഇത് സിമ്പിൾ പ്രസന്റ് കണക്ക് തന്നെയാണ്. സിമ്പിൾ പാസ്റ്റും വലിയ വേരിയേഷൻ ഒന്നും വരുന്നില്ല. അവിടെ വാസിന്റെയും ഈസിന്റെയും ഉള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ദെൻ നാലാമത്തെ ആണ് റീന വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് റീന ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നുള്ളതായിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് കിടക്കുന്നുണ്ട്. വാസും INGയും കൂടെ ചേർന്നാണ് കിടക്കുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് ചെയ്യാം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. എ ലെറ്റർ. ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. തന്നിരിക്കുന്നത് പാസ്റ്റ് സെന്റൻസ് ആണ്, പാസ്റ്റിലുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മതി? പാസ്റ്റ് തന്നെ മതി. സിംഗുലർ ആയതുകൊണ്ട് വാസ്. റൈറ്റ്, റൈറ്റിംഗ് എന്നാണ് തന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ING ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ആഡ് ചെയ്യണം? ഒരു ബീങ് കൂടി ആഡ് ചെയ്യുക. ING ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു ബീങ് കൂടി ആഡ് ചെയ്യുക. റൈറ്റിൻ്റെത് റിട്ടൺ. റിട്ടൺ ബൈ റീന. ഓക്കെ ആയല്ലോ?
അപ്പം ഞാൻ ഇത് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞത് നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇച്ചിരി സ്പീഡിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ING ഫോം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ബീൻ കൂടി ആഡ് ചെയ്യുക. വെർബ് നോക്കിയിട്ട് അതിനെ ഒന്ന് മാറ്റം വരുത്തുക. ഈസ് ആണെങ്കിൽ ഈസ് കൊടുക്കുക, വാസ് ആണെങ്കിൽ വാസ് കൊടുക്കുക. സബ്ജക്റ്റിനനുസരിച്ച് അത് മാറും. ഓക്കെ, അഞ്ചാമത്തെയാണ് രവി ഹാസ് ഈറ്റൻ ആൻ ആപ്പിൾ. ഇതെന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ കിടക്കുന്നതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്നും ഒരു സെന്റൻസിൽ, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അത്തരം സെന്റൻസുകളാണ് പെർഫെക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഹാസോ ഹാവോ ആണ് കിടക്കുന്നെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റും, ഹാഡ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റും. ഓക്കെ, അപ്പം ടെൻസിന്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. ദെൻ നമുക്കിനി ഇതിനെ എന്ത് ചെയ്യാം, പാസീവ് വോയിസിലേക്ക് മാറ്റാം. രവിയാണ് നമ്മുടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. ആൻ ആപ്പിൾ, ആൻ ആപ്പിൾ. രവി, രവി ഒബ്ജക്റ്റായി, ബൈ രവി അല്ലേ. ദെൻ ആൻ ആപ്പിളിന്റെ കാര്യം പറയുന്നത്, ഒരു ആപ്പിളിന്റെ കാര്യം പറയുന്നത്. അപ്പം നമുക്ക് എന്ത് മതി, ഹാസ് മതി. ഒന്നിലധികം ആപ്പിളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചേർത്തേനെ, ഹാവ് ചേർത്തേനെ. എവിടെ, പ്രസന്റ് ടെൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആൻ ആപ്പിൾ ഒരാപ്പിൾ ആണല്ലോ, അപ്പം എന്ത് ചേർക്കുക, ഹാസ് ചേർക്കുക. ഇനി പാസീവ് വോയിസിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പെർഫെക്റ്റുകളാണ് തന്നിട്ടുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ എന്ത് ചേർക്കുക, ഒരു ബീൻ കൂടി ആഡ് ചെയ്യുക. ബീൻ, നേരത്തെ നമ്മൾ ING വന്നപ്പം ബീൻ ആഡ് ചെയ്തു, BEING എന്നുള്ള ബീൻ ആഡ് ചെയ്തു. പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് ചേർക്കുക, ബീൻ ചേർക്കുക. ദെൻ ഈറ്റൺ, ഈറ്റൺ V3 ഫോം ഈറ്റ്, ഏറ്റ്, ഈറ്റൺ എന്നാണ്. ഇപ്പോൾ V3 ഫോം ഈറ്റൺ എന്നായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. മനസ്സിലായല്ലോ. ആറാമത്തെയാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഹാസോ ഹാവോ കണ്ടു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റും, ഹാഡ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്, പാസ്റ്റ് പെർഫെക്റ്റും. മറ്റേത് കണക്ക് തന്നെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് എഴുതാം, ഷീ ആണ് സബ്ജക്റ്റ്, വെർബ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. ദ വർക്ക്, ദ വർക്ക്. ഷീ എന്തായി മാറും, ഹെർ ആയി മാറും. നേരത്തെ ഞാനൊരു ടേബിൾ കാണിച്ചില്ലേ ആദ്യം, അതിനകത്ത് കിടപ്പുണ്ട്. ഷീ എന്തായി മാറും, ഹെറായി മാറും. ബൈ ചേർക്കുക. ഹാഡ് തന്നിരിക്കുന്നത് പാസ്റ്റ് ആണ്, അപ്പം എന്ത് ചെയ്യുക, ഹാഡ് തന്നെ എഴുതുക. ഹാഡിന്റെ കാര്യം വരുമ്പോൾ സിംഗുലറും പ്ലൂറലും ഒന്നുമില്ല, എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ് ഉപയോഗിക്കാം. ദെൻ പറഞ്ഞു പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ആഡ്, പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ആഡ് ചെയ്യണം, ഒരു ബീൻ കൂടി ആഡ് ചെയ്യണം. ഹാഡ് ബീൻ, ബീൻ. കംപ്ലീറ്റഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ഓക്കെ, ദ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ ഹെർ എന്ന് ആവും. ഓക്കെ ആയല്ലോ. അപ്പം പാസ്റ്റ് പെർഫെക്റ്റും കഴിഞ്ഞു. ദെൻ അടുത്തെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകളെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. വളരെ എളുപ്പമാണ് ഇമ്പറേറ്റീവ് സെന്റൻസുകളെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അതിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണോ എന്ന് നോക്കുക. ആണല്ലോ. ഓപ്പൺ ദ ഡോർ, ഡോർ ഓപ്പൺ ചെയ്യാൻ പറയാണ്. ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, ഒരു കമാൻഡ് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ, ഡോർ ഓപ്പൺ ചെയ്യാനുള്ളത്. അത് എഴുതണമെങ്കിൽ, ഇമ്പറേറ്റീവ് സെന്റൻസിലെ പാസീവിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ലെറ്റ് എന്നുള്ളത് ആഡ് ചെയ്യുക. ലെറ്റ്. ദെൻ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ദ ഡോർ, ലെറ്റ് ദ ഡോർ. പിന്നെന്താ ആഡ് ചെയ്യുക, ഒരു ബി കൂടി ആഡ് ചെയ്യുക. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ. അതിന്റെ പാസ്റ്റ് എന്താണ്, ഓപ്പൺഡ്. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ. ഇത്രയേ ഉള്ളൂ ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ഒരു കമാൻഡോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലെറ്റ് ആഡ് ചെയ്യുക, ഒബ്ജക്റ്റ് എടുത്ത് എഴുതുക, ബി കൊടുക്കുക, ദെൻ തന്നിരിക്കുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം എഴുതുക. ഓക്കെ ആയല്ലോ. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് ശരിയായി. അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. അതിൽ സിമ്പിൾ പ്രസന്റും, സിമ്പിൾ പാസ്റ്റും, പാസ്റ്റ് കണ്ടിന്യൂസും, പ്രസന്റ് കണ്ടിന്യൂസും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഇത് കേറ്റിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഇത് കേറ്ററ്റ് കാറ്റഗറി 2 ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ. ദ പാസീവ് കൺസ്ട്രക്ഷൻ ഫോർ ദി സെന്റൻസ് സംവൺ ഹാസ് ക്ലീൻഡ് ദി വിൻഡോസ്.
അപ്പൊ നോക്കി someone has cleaned the windows എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിനെ എന്താക്കുക, പാസീവ് വോയിസിലേക്ക് മാറ്റാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്തെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് someone ആണ്, ക്ലീൻ ആണ് വെർബ്, ഒബ്ജക്റ്റ് ആണ് ദ വിൻഡോസ്. അപ്പൊ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. ദ വിൻഡോസ് എന്ത് വരും, ആദ്യം വരും, ദ വിൻഡോസ്. ഓക്കെ, ദ വിൻഡോസ് ആദ്യം വന്നു. ദെൻ തന്നിരിക്കുന്നത് ഹാസ് ആണ് അല്ലേ. ഹാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പം ദ വിൻഡോസ് എന്ന് പറയുന്നത്, വിൻഡോസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട് ഇല്ലേ. ഒരു വിൻഡോയുടെ കാര്യമല്ലല്ലോ പറയുന്നത്, ഒന്നിൽ കൂടുതലുള്ള വിൻഡോസിന്റെ കാര്യം പറയുന്നത്. ഹാസ് ആണെങ്കിൽ സിംഗുലറിന്റെ കൂടെയും ഹാവ് ആണെങ്കിൽ എന്തിന്റെ കൂടെയാ, പ്ലൂറലിന്റെയും കൂടെയാ ചേർക്കേണ്ടത്. അപ്പൊ വിൻഡോസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, അപ്പൊ അവിടെ എന്ത് വരണം, ഹാവ് വരണം. അപ്പൊ ദ വിൻഡോസ് ഹാവ്, ദ വിൻഡോസ് ഹാവ്. നോക്കാം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ ദ വിൻഡോസ് ഹാവ്, ഇതാ അടക്കുന്നത് ദ വിൻഡോസ് ഹാവ് അല്ലേ. ദ വിൻഡോസ്, ബാക്കിയെല്ലാം എന്താണ്, ഹാസ് ബീൻ, വെയർ, ആർ, ഇത് രണ്ടും തീരെയും അല്ല. പിന്നെ നമുക്ക് ഡൗട്ട് വരുന്ന ഹാസ് ബീനും ഹാവ് ബീനും ആണ്. വിൻഡോസ് എന്ന് പറയുന്നത് ഒന്നിലധികം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചേർക്കേണ്ടി വരും, ഇവിടെ ഹാവ് ചേർക്കേണ്ടി വരും. വിൻഡോ മാത്രമായിരുന്നെങ്കിൽ എന്ത് വന്നേനെ, ഹാസ് വന്നേനെ. ദ വിൻഡോസ് ഹാവ് ബീൻ ക്ലീൻഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിന് അടുത്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കേട്ടിട്ടിന്റെ കാറ്റഗറി 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദേ ഹെൽപ്ഡ് അസ് എ ലോട്ട്. ദിസ് സെന്റൻസ് കൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് അസ്. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേ ആണ്, ഹെൽപ്ഡ് എന്ന് പറയുന്ന വെർബാണ്, അസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. അസ് നേരത്തെ ഞാൻ പറയായിരുന്നു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിന്റെ ടേബിൾ, അതൊന്നുകൂടെ നോക്കണേ. അസ് എന്താവും, വി ആവും. വി ആദ്യം വന്നു. ഹെൽപ്ഡ് എന്നാ തന്നിരിക്കുന്ന വെർബ്, അതായത് പാസ്റ്റിൽ കിടക്കുകയാണ്. അപ്പം വി എന്ന് പറയുന്നത് എന്താണ്, ഒന്നിൽ കൂടുതൽ ഉണ്ട്. അപ്പം വിയുടെ കൂടെ പാസ്റ്റ് ആണെങ്കിൽ, ഹെൽപ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണല്ലോ, പാസ്റ്റിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്. അപ്പം നമുക്ക് എന്തിൽ തന്നെ വേണം, പാസ്റ്റിൽ തന്നെ വേണം. അപ്പം ഈ വി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പാസ്റ്റിൽ എന്ത് ചേർക്കാം, വെയർ ചേർക്കാം. ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ പാസ്റ്റിൽ എന്ത് ചേർക്കും, വാസ് ചേർക്കും. അപ്പം വി വെയർ, എവിടെ ഉണ്ട് വി വെയർ, ഇതാണ് 3 എണ്ണവും വി വെയറിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ING ഫോം ഒന്നുമില്ല. ING ഫോം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചേർക്കേണ്ടി വന്നേനെ, ബി ചേർക്കേണ്ടി വന്നേനെ. അപ്പൊ ഇതും ആയിരിക്കത്തില്ല, നമ്മുടെ ഓപ്ഷനിലെ ഇതും ആയിരിക്കത്തില്ല. അപ്പൊ അത് നമ്മൾ ക്യാൻസൽ ചെയ്തേ. വി വെയർ, ദാണ്ടതാ ഇവിടെയും കിടക്കുന്ന ബി, അത് രണ്ടും വരത്തില്ല. ഇനി ആകെയുള്ളത് എന്താണ്, ഇത് മാത്രമാണ്, വി വെയർ ഹെൽപ്ഡ്. കണ്ടോ, വി വെയർ ഹെൽപ്ഡ്. വി ആർ വരത്തില്ല, കാരണം ഇവിടെ പ്രസന്റ് ടെൻസ് അല്ല. വി വെയർ ബീങ് വരത്തില്ല, കാരണം ഇവിടെ കണ്ടിന്യൂസ് വന്നിട്ടില്ല. ആകെയുള്ള എന്താണ്, ഹെൽപ്ഡ് ആണ്, പാസ്റ്റ് ആണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, വി വെയർ ഹെൽപ്ഡ് എ ലോട്ട് ബൈ ദം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.